ഈ സ്റ്റേറ്റുകളിൽ ഗവൺമെന്റ് MBBS സീറ്റുകളാണ് വർധനവ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി എയിംസ് ഡൽഹി കൊടുക്കാം. ആൻഡ് സെക്കൻഡ്, അതായത് NIRFന്റെ റാങ്കിങ്ങിൽ 1 വന്നിരിക്കുന്നത്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ. സോ അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്നലെ തൊട്ട് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നടത്താം. അപ്പോൾ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങിലും ഒക്കെ കടക്കുന്നതിന് മുൻപ് കുറെ ആളുകൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവും. ചോയ്സ് ഫില്ലിംഗ് നടത്തുന്നതിന് മുൻപ് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മളുടെ കയ്യിൽ വേണം. ഓക്കെ, ഏതൊക്കെ കോളേജുകളാണ്, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ആണ്. അതെങ്ങനെ റെഡി ആക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുൻപ് കുറച്ച് കോളേജുകളിൽ ഗവൺമെന്റ് MBBS സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് എവിടേക്കാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2025 നീറ്റ് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീറ്റെയിൽസ് MCCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടെന്റേറ്റീവ് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് NIRFന്റെ ഈ ഒരു ഡേറ്റ അനുസരിച്ച് ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന കോളേജുകളും നമ്മൾക്ക് പരിചയപ്പെടാം. യെസ്, അപ്പൊ ആദ്യം NIRFന്റെ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ വിവിധ കോളേജുകളിൽ റാങ്കിങ്ങിൽ 1, 2, 3, 4 പൊസിഷനിൽ വരുന്ന കോളേജുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്പർ 1 ഇതിൽ വന്നിരിക്കുന്നത് എയിംസ് ന്യൂഡൽഹി ആണ്. ഓക്കെ, എയിംസ് ഡൽഹി ആണ് നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക ആളുകളുടെയും പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 വരിക എയിംസ് ഡൽഹി ആയിരിക്കും. പല ആളുകളുടെയും ഡ്രീം ക്യാമ്പസ് ആണ് എയിംസ് ഡൽഹി. യെസ്, അപ്പോൾ ഇതിന് ശേഷം ഒരുപാട് കോളേജുകൾ വരുന്നുണ്ട്. ജിപ്മർ കോളേജുകൾ വരുന്നുണ്ട്. ദെൻ ജിപ്മർ പുതുച്ചേരി നമ്പർ 5 ജിപ്മർ പുതുച്ചേരി എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് തമിഴ്നാടു ആണ്. നമ്പർ 3 വെല്ലൂരിലെ മെഡിക്കൽ കോളേജ് ആണ്. ഇതിൽ ഏതൊക്കെ കോളേജുകളിലേക്കാണ് ഓൾ ഇന്ത്യ വഴി അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റുന്നത്, ഏതൊക്കെ കോളേജുകളിലേക്കായിരിക്കും കേരള വരെ അലോട്ട്മെന്റ് കൊടുക്കാൻ കഴിയുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. യെസ്, കേരളത്തിലെ ടോപ്പ് ആയിട്ടുള്ള കോളേജുകൾ അറിയണമെങ്കിൽ സെർച്ചിൽ നിങ്ങൾ കേരള എന്ന് കൊടുക്കുക. യെസ്, സെർച്ചിൽ മക്കൾ കേരള അടിച്ചു നോക്കുക. കേരളത്തിലെ ടോപ്പ് ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ കേരള കൊടുക്കുമ്പോൾ നമ്മൾക്ക് ട്രിവാൻഡ്രത്തെ കോളേജ് കാണാൻ സാധിക്കും. നമ്പർ 13 42 ഉണ്ട്. യെസ്, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച്, ഈ ഒരു റാങ്കിങ് ഉപയോഗിച്ച് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ ബെസ്റ്റ് കോളേജുകൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. കോളേജുകൾ അറിഞ്ഞു മാത്രം പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. യെസ്, ഇനി നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? നമ്മുടെ MCCയുടെ സൈറ്റിൽ NMC എന്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? ഓൾ ഇന്ത്യ കൗൺസിലിംഗിലും കേരള കൗൺസിലിംഗിലും, സ്റ്റേറ്റിന്റെ കൗൺസിലിംഗിലും, കേരള കൗൺസിലിംഗ് മാത്രമല്ല ഓരോ സ്റ്റേറ്റുകളുടെയും അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ട് അല്ലേ? ആ 2025 അലോട്ട്മെന്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ടെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ എത്ര കോളേജുകൾ പങ്കെടുക്കും, അവിടെ എത്ര സീറ്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യെസ്, അത് MCCയുടെ വെബ്സൈറ്റിലാണ്. മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി MCCയുടെ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഗൂഗിൾ ക്രോം എടുക്കുക, MCC എന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ സീറ്റ് മെട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലൊരു പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തുക. ജസ്റ്റ് എവിടെയൊക്കെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. ആന്ധ്രാപ്രദേശിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിശാഖപട്ടണത്ത് 50+ സീറ്റുകൾ ഗവൺമെന്റ് സെക്ടറിൽ അധികമായിട്ട് വന്നിട്ടുണ്ട് ഈ വർഷം. യെസ്, അതേപോലെ അവിടെ തന്നെ ആന്ധ്രയിൽ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 50+ സീറ്റുകൾ അധികമാക്കിയിട്ടുണ്ട്. ആസാം മെഡിക്കൽ കോളേജിൽ 50+ ഗവൺമെന്റ് സീറ്റുകളാണ്, ഗവൺമെന്റ് MBBS സീറ്റുകളാണ് ഈ സംസ്ഥാനങ്ങളിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. യെസ്, അതേപോലെ തന്നെ അസാമിൽ തന്നെ ഗുവാഹത്തിയിൽ 50+ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ അവിടെ ഇപ്പോൾ 200 സീറ്റുകൾ ഗവൺമെന്റ് സെക്ടറിൽ അവൈലബിൾ ആണ്. യെസ്, ദെൻ ആസാമിൽ സിൽച്ചറിൽ 50+ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ആസാമിൽ തന്നെ കുറെ അധികം സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആസാമിൽ തന്നെയാണ് 50 + 50 + 52, എനിക്ക് തോന്നുന്നു 150ഓളം സീറ്റുകൾ ആസാമിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് MBBS സീറ്റുകളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. യെസ്, ദെൻ നമുക്ക് ആസാമിന് ശേഷം നമുക്ക് ഗുജറാത്ത്, യെസ്, ഹരിയാനയിൽ ESI മെഡിക്കൽ കോളേജ് ആണ് ഫരീദാബാദിൽ. അവിടെ 50+ സീറ്റുകൾ, 50ലധികം സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ നോക്കുകയാണെങ്കിൽ 100, 200, 250, 300, 350, ദെൻ 400, 400ഓളം സീറ്റുകളാണ് അവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതും ഗവൺമെന്റ് സെക്ടറിലാണ് ഈ സീറ്റുകളെല്ലാം ഉള്ളത്. ഗവൺമെന്റ് സെക്ടറിലാണ് ഇത്രയും അധികം MBBS സീറ്റുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം, എല്ലാ ഗവൺമെന്റ് കോളേജുകളുടെയും 15% സീറ്റ്, വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് കോളേജുകളുടെ 15% MBBS BDS സീറ്റുകളിലേക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴിയാണ് അഡ്മിഷൻ നടക്കുക. അപ്പൊ ഈ ആസാമിലെയും അതേപോലെ തന്നെ ആന്ധ്രയിലെയും ഒക്കെ വർദ്ധിപ്പിച്ച സീറ്റുകളുടെ 15% ഓൾ ഇന്ത്യ കോട്ട വഴിയായിരിക്കും ഫില്ലിംഗ് നടക്കുക. അവിടെ
അതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കോളേജുകളും ക്യാമ്പസുകളും ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടണമെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ പോരാ. ആ കോളേജ് ക്യാമ്പസ് ഓക്കെയാണോ, നിങ്ങൾക്ക് പോകാൻ പറ്റിയ സൗകര്യമുള്ളതാണോ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് മാത്രം പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. യെസ്, ഞാനൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നമ്പർ 1 വരുന്നത് എന്തായാലും എയിംസ് ഡൽഹി ആയിരിക്കും. യെസ്, എന്തുകൊണ്ടും നമുക്ക് നമ്പർ 1 കൊടുക്കാൻ പറ്റിയ പല ആളുകളുടെയും ഡ്രീം ക്യാമ്പസ് ആണ് എയിംസ് ഡൽഹി. സോ പ്രയോറിറ്റി നമ്പർ 1 വരുന്നത് എയിംസ് ഡൽഹി ആണ്. ആൻഡ് സെക്കൻഡ് നമുക്കൊരു ജിപ്മർ ക്യാമ്പസ് കൊടുക്കാം അല്ലെ. ഓൾ ഇന്ത്യ റാങ്ക് ടോപ്പ് 5 തന്നെ ഉണ്ട് ജിപ്മർ. സോ ജിപ്മറിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസ് കൊടുക്കാം. കഴിഞ്ഞ വർഷവും ക്ലോസിംഗ് റാങ്ക് വളരെ ഏറ്റവും ഉയർന്ന റാങ്കുകാർക്ക് മാത്രമാണ് ജിപ്മറിന്റെ ക്യാമ്പസിൽ MBBS ലഭിച്ചത്. യെസ്, മക്കളെ ശ്രദ്ധിക്കുക. എയിംസ് ഡൽഹിയിലെ MBBS കോഴ്സാണ് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുക. നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ തയ്യാറാക്കി വെക്കണം. കാരണം MBBS-ഉം BDS-ഉം BSc നഴ്സിംഗും ഒക്കെ ഒരേ സിസ്റ്റത്തിൽ കൂടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട പ്രയോറിറ്റി നമ്പർ 1 ഏതാണെന്നുള്ളത് നിങ്ങൾ റെഡിയാക്കണം. യെസ്, അതിനുശേഷം 3ഉം 4ഉം 5ഉം 6ഉം ഒക്കെ എന്തായിരിക്കും എന്നറിയാം, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയിരിക്കും. ഞാനാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കട്ട് വെക്കും. യെസ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കട്ട് വെക്കും. ദെൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം വെക്കും. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. യെസ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. അങ്ങനെ കേരളത്തിലെ 12 മെഡിക്കൽ കോളേജുകൾ കൊടുക്കും. കാരണം കേരളത്തിൽ പഠിക്കാനാണ് ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പുറത്തു പോകാനാണെങ്കിൽ എയിംസ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എയിംസ് ഡൽഹി എല്ലാവരും ആഗ്രഹിക്കുന്ന ക്യാമ്പസാണ്. നിങ്ങൾക്ക് ഏതാണോ പോകാൻ ഏറ്റവും ആഗ്രഹം അത് നമ്പർ 1 കൊടുക്കാം. യെസ്, അപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കട്ട് അവിടെ MBBS ആണ് വെക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് MBBS-ഉം BDS-ഉം ഒക്കെ പല കോളേജുകളിലും അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ഏത് കോഴ്സാണ്, ഏത് പ്രോഗ്രാം ആണെന്നുള്ളത്, ചോയ്സ് ഫില്ലിംഗ് എങ്ങനെ നടത്താം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഏത് പ്രോഗ്രാം ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് അതിന്റെ ടോപ്പിൽ കാണും. അത് MBBS ആണോ, BDS ആണോ, BSc നഴ്സിംഗ് ആണോ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള 400-ലധികം ചോയ്സുകൾ ചിലപ്പോൾ കാണും. നിങ്ങൾക്ക് ഏത് ചോയ്സും കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന്. പക്ഷെ കൊടുക്കുമ്പോൾ നമ്പർ 1 വരേണ്ടത് നിങ്ങൾ ഏറ്റവും പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 2 ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തത് കിട്ടിയില്ലെങ്കിൽ 4-മത്തത്. ഇതാണ് പ്രയോറിറ്റി ഓർഡർ. ഏറ്റവും ആദ്യം വേണ്ട കോളേജ്, ഏറ്റവും ആദ്യം വേണ്ട കോഴ്സ് 1-മത്. ഏറ്റവും നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കോഴ്സ് ആയിരിക്കണം. ഇനി എയിംസിൽ പഠിച്ചാൽ മതി, MBBS-ഓ BDS-ഓ BSc നഴ്സിംഗോ ഏതാണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ 2-മത്തെ എയിംസ് ഡൽഹി അടുത്ത പ്രോഗ്രാം കൊടുക്കുക. യെസ്, നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. MBBS മാത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം MBBS കൊടുക്കുക. ഇനി BDS ആണെങ്കിലും എനിക്ക് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടമാണ് ആ കോഴ്സ്. അങ്ങനെയാണെങ്കിൽ MBBS എല്ലാം കൊടുത്തതിന് ശേഷം BDS കൊടുക്കുക. എല്ലാ ചോയ്സും കൊടുക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ആസാമിൽ കുറെ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആസാമിൽ കൊടുക്കുക, അങ്ങനെ ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ചോയ്സുകൾ മാത്രം കൊടുക്കുക. ക്ലിയർ ആണല്ലോ? എങ്ങനെ ചോയ്സ് ഫില്ലിംഗ് നടത്താം എന്നുള്ളത് നമ്മൾ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. യെസ്, ഒന്നുകിൽ എയിംസ് ക്യാമ്പസുകൾ ആദ്യം കൊടുക്കാം. 20 ക്യാമ്പസുകളുണ്ട് എയിംസ് ഡൽഹി, എയിംസിന്റെ ക്യാമ്പസുകൾ, അല്ലെങ്കിൽ ജിപ്മർ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കട്ട് ആയിരിക്കും പ്രയോറിറ്റി നമ്പർ 1 വരിക. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രയോറിറ്റി നമ്പർ 1 അവിടെ ചോയ്സ് എന്ന് കാണും. ആ ചോയ്സ് നമ്പർ 1 എന്നുള്ളിടത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കട്ട് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ തന്നെ റെഡിയാക്കി വെക്കുക. കാരണം ഞാൻ പറഞ്ഞു, ഒരുപാട് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി ഓൾ ഇന്ത്യ കോട്ട 15% ഗവൺമെന്റ് സീറ്റുകളുണ്ട്, എയിംസിന്റെ സീറ്റുകളുണ്ട്, ജിപ്മറിന്റെ സീറ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് സീറ്റുകളിലേക്ക് ഒരേ സിസ്റ്റത്തിലൂടെയാണ് അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ കാണും, ചോയ്സ് കാണും. ഈ ചോയ്സ് കണ്ട് കൺഫ്യൂഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രയോറിറ്റി ഒക്കെ മാറിപ്പോകും. എനിക്ക് ഈ കോളേജ് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള കോളേജ് ഞാൻ വെക്കാഞ്ഞത് കൊണ്ട് കിട്ടിയില്ല എന്നൊന്നും തോന്നരുത്. യെസ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചതിന് ശേഷം ചോയ്സ് ഫില്ലിംഗിലേക്ക് കിടക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് തന്നെ, കോളേജ് തന്നെ കിട്ടട്ടെ. ബൈ.